സിപിഐഎം തൃശൂർ ജില്ലാ സമ്മേളനത്തിന് കുന്നംകുളത്ത് കൊടി ഉയർന്നു. പ്രതിനിധി സമ്മേളനത്തിന് ഞായറാഴ്ച തുടക്കമാകും. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ശരത് ചേരുന്നുണ്ട്. ശരത്, ഗുഡ് മോർണിംഗ്. തൃശൂർ ജില്ലാ സമ്മേളനം തുടങ്ങിയിരിക്കുന്നു. ചർച്ചകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്നത്തെ പ്രധാന കാര്യങ്ങൾ, പരിപാടികളൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? പ്രിയ, സംസ്ഥാനത്തെ അവസാനത്തെ ജില്ലാ സമ്മേളനമാണ് തൃശ്ശൂരിൽ ഇന്നലെ പതാക ഉയർന്നിരിക്കുന്നത്. ഇന്ന് പ്രതിനിധി സമ്മേളനം നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഹാൾ, അതായത് കുന്നംകുളം ടൗൺ ഹാളിൽ മുതിർന്ന അംഗമായിട്ടുള്ള NR ബാലൻ പതാക ഉയർത്തുന്നതോടു കൂടിയിട്ട് സമ്മേളന നടപടികൾ ആരംഭിക്കും. അതിനുശേഷം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം സംഘടനാ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിക്കും. അതിന്മേൽ ഇന്ന് വൈകിട്ടോടുകൂടി ചർച്ച ആരംഭിക്കുമെന്നാണ് പറയുന്നത്. 42 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 17 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികളും ഉൾപ്പെടെ 434 പ്രതിനിധികളാണ് സമ്മേളന പ്രതിനിധികളായിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ സംഘടനാ റിപ്പോർട്ടിൻ്റെ മുകളിലും പ്രവർത്തന റിപ്പോർട്ടിൻ്റെ മുകളിലും ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം ചർച്ചകൾ നടക്കും. അതിനുശേഷം മറുപടി പറയും. പിന്നീട് പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും എന്നാണ് ഇതിൻ്റെ ഒരു ക്രമം എന്ന് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ 3 വർഷക്കാലം ജില്ലയിൽ CPIM എങ്ങനെ പ്രവർത്തിച്ചു, വന്നിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, കോട്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ സ്വയം വിമർശനങ്ങൾ ചർച്ചകളിലൂടെയായിരിക്കും സമ്മേളന നടപടികൾ പുരോഗമിക്കുക. 11-ാം തീയതി നടക്കുന്ന പൊതുസമ്മേളനം CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 25,000 പേരുടെ റെഡ് വളണ്ടിയർ മാർച്ചും 1,00,000 ലക്ഷത്തോളം തന്നെ വരുന്ന പൊതുജനങ്ങളുടെ പങ്കാളിത്തവും ഈ പൊതുസമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ പൊതുസമ്മേളനം നടക്കുന്ന സീതാറാം യെച്ചൂരി നഗറിൽ സംഘാടക സമിതി ചെയർമാനായിട്ടുള്ള AC മൊയ്തീൻ പതാക ഉയർത്തി. 3 രക്തസാക്ഷികളുടെ സ്മൃതി കുടീരങ്ങളിൽ നിന്നുള്ള പതാക, ദീപശിഖ, കൊടിമര ജാഥകൾ കുന്നംകുളത്ത് വെച്ച് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് സംഗമിച്ചു. അവ പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് എത്തിച്ചു. അതിനുശേഷം റെഡ് വളണ്ടിയർ മാർച്ചിൻ്റെയും ബാൻഡിൻ്റെയും അകമ്പടിയോടുകൂടി എത്തിച്ച കൊടിമര, പതാക, ദീപശിഖ ജാഥകൾ, അതിനുശേഷം ദീപശിഖ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി MM വർഗീസ് കൊളുത്തി. AC മൊയ്തീൻ പതാക ഉയർത്തി. ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ രാവിലെ 9:30 കൂടിയിട്ട് സമ്മേളന വേദിയിലെത്തി നടപടിക്രമങ്ങൾ ആരംഭിക്കും. സമ്മേളനത്തിന് നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രിയ, ശരി. തൃശൂർ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് പ്രതിനിധി സമ്മേളനം നടക്കാൻ പോകുന്നു. ഇതിന്റെ വിവരങ്ങളാണ് ശരത്ത് നൽകിയത്.